ഹായ് എവരിവൺ, ഐ എം ടീന സുധീർ, യുവർ ഡയറ്റീഷ്യൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു രീതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഷോർട്ട് ആക്കിയും ഈസിയർ ആയിട്ടും ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു രീതിയാണ്. ഇത് ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു വെയിറ്റ് ലോസ് രീതിയല്ല. എന്നാൽ സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വെയിറ്റ് ലോസ് രീതിയാണിത്. സമയം മാത്രമേ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഭക്ഷണം അത്യാവശ്യം നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. പക്ഷേ ഒരുപാട് ടൈം ഫാസ്റ്റിങ്ങും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു വെയിറ്റ് ലോസ് രീതിക്കാണ് പറയുന്നത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന്. കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്നത് 16/8 എന്ന് പറയുന്ന ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് രീതിയാണ്. 16 മണിക്കൂർ ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാം. ഈ രീതിയാണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 14/10 എന്ന് പറയപ്പെടുന്ന ഒരു ഫാസ്റ്റിംഗ് രീതിയാണ്. 14 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുക, 10 മണിക്കൂർ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. പക്ഷെ ഞാൻ എൻ്റേതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അത് ഡിന്നർ നേരത്തെ ആക്കിക്കൊണ്ടുള്ള ഫാസ്റ്റിംഗ് രീതിയാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് ഹെൽത്തിന്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ 12/12 രീതിയിൽ തുടങ്ങാം. അതായത് 12 മണിക്കൂർ ഫാസ്റ്റിങ്ങും 12 മണിക്കൂർ ഫുഡ് കഴിക്കാം. ഈ രീതിയിൽ തുടങ്ങാം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാക്കിയുള്ള രീതികൾ പരീക്ഷിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. ഇതിൻ്റെ പ്രയോജനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ കൂടുതലും സ്ലീപ്പിംഗ് ടൈം ആയിരിക്കും ഫാസ്റ്റിംഗ് വരുന്നത്, കൂടുതൽ അവേഴ്സ്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഉറങ്ങുന്ന സമയം ആയതുകൊണ്ട് അത്രയും നമ്മൾ ആ വിശപ്പ് അറിയുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഒരു 8 മണി മുതൽ ഒരു 4 മണി വരെ ഭക്ഷണം കഴിക്കുക. 4 മണിക്ക് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അല്ലെങ്കിൽ 9 മണിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. 5 മണിയാകുമ്പോഴത്തേനും ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്നും കഴിക്കാൻ പാടില്ല. ഈ രീതിയിലാണെങ്കിലും പ്രശ്നമില്ല. ഇതിൽ രണ്ടിലും വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ആക്കുന്നില്ല. ഇങ്ങനെയുള്ള രീതിയിൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ലോസും ഉണ്ടാവും, ഹെൽത്തിന് അത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല സ്ലീപ്പ് കിട്ടും, ഡൈജഷൻ ഇമ്പ്രൂവ് ആവാൻ ഇത് നല്ലതാണ്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് നല്ലതാണ്, ഫാറ്റ് ലോസ് വളരെ പെട്ടെന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഈ രീതിയിലുള്ള ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെള്ളം ധാരാളം ഇതിന് കുടിക്കുകയും വേണം. ഫ്രൈഡ് ഐറ്റംസും ബാക്കിയുള്ള ജങ്ക് ഫുഡ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് പലരും ചായ കോഫിയൊക്കെ കൊണ്ടാണ്. അതൊരിക്കലും ചെയ്യരുത്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ബ്രേക്ക് ചെയ്യാം. അതിനുശേഷം ഓട്സ് കഴിക്കാം, റാഗി കഴിക്കാം, പുഴുങ്ങിയ നേന്ത്രപ്പഴം കഴിക്കാം, പുഴുങ്ങിയ മുട്ട കഴിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കാം, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇങ്ങനെ വേണം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചായയും വടയും ഒക്കെ കഴിച്ചിട്ട് ഒരിക്കലും ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. എന്തെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.